കേസ് അങ്ങനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്വാമി പെപ്പറയുടെ ഒരു ഇഞ്ചറി കൂടി കുറച്ചൊരു സീരിയസ് ആണ് എന്നുള്ള വാർത്തകളാണ് വ്യത്യസ്ത മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അദ്ദേഹം ഇനി അവശേഷിക്കുന്ന സീസണിൽ ചിലപ്പോൾ അവൈലബിൾ ആണുള്ള സാധ്യതയും കുറവാണ് എന്നുള്ളതാണ്. ഇപ്പം വേരിയസ് മീഡിയസ് അതിലിപ്പം എൻ്റെ സ്റ്റോപ്പേജൊക്കെ അടക്കം റിലയബിളാണ്. ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു കാര്യങ്ങളും ചോദിച്ചിരുന്നു. കാരണം പകരം ജസ്റ്റിൻ ഇമ്മാനുവൽ എന്ന് പറയുന്ന KBFCയുടെ പ്ലെയറാണ്. അദ്ദേഹം ലോണിൽ GKFCയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ടൂറിൻ കപ്പിലൊക്കെ നമ്മുടെ ഭാഗമായിരുന്നൊരു പ്ലെയറാണ്. അപ്പം അദ്ദേഹത്തെ റീകോൾ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് ശരിയാണ് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഞാൻ അന്വേഷിച്ച സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് GKFC ആ റീകോൾ ചെയ്യാനുള്ളൊരു കാര്യം സമീപിച്ചു. പ്രത്യേകിച്ച് ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് നിൽക്കുന്നൊരു സമയം കൂടിയാണല്ലോ. അപ്പം അത് GKFC അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ജസ്റ്റിൻ ഇമ്മാനുവലിന് തിരിച്ച് KBFCയിൽ വരാമെന്നുള്ളൊരു നിലയിലാണ് ക്വാമി പെപ്പറയ്ക്ക് പകരക്കാരൻ എന്ന നിലയിലേക്ക് വരുന്നത്. ഏതായാലും ഈ ഒരു കാര്യത്തിലേക്ക് വരുന്നൊരു സമയത്ത് നമുക്കറിയാം ക്വാമി പെപ്പറ സീസണിൻ്റെ ആദ്യമൊക്കെ ഒരുപാട് വിമർശനങ്ങളൊക്കെ വന്നിട്ടുള്ളൊരു പ്ലെയറാണ്. അതിനുശേഷം അദ്ദേഹം ഒരു നല്ല ഒരു പ്രകടനം, പ്രത്യേകിച്ച് ഗോൾ സ്കോറിങ്ങിലേക്ക് വന്നു. പല ക്വാളിറ്റീസും അദ്ദേഹത്തിന് നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്നൊരു ലെവലിലേക്ക് മുന്നോട്ട് വന്നു. അപ്പം ആദ്യം അദ്ദേഹത്തിൻ്റെ ഒരു ഇതിൽ നിന്ന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു ഫിസിക്കൽ പ്രസൻസ് ആണ്, അതിൽ ആണ് അദ്ദേഹം ഒരു മികച്ച നിന്നത്. പക്ഷേ പിന്നീട് അദ്ദേഹം പല നിലയിൽ കൂടി ഉയർന്നു വന്നിരുന്നു. അതിലും ഈ ഒരു സീസണിൽ KBFCയുടെ ഏതാണ്ട് മുഴുവൻ മിനിറ്റുകളും ഏതാണ്ട് കളിച്ചിട്ടുള്ളൊരു താരമാണ്. അപ്പോൾ ആ ഒരു താരത്തെയാണ് മിസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അതും അദ്ദേഹം ആ ഒരു കരിയറിൽ ഒരു മികച്ച ഒരു ഫോമിലേക്ക് വരികയായിരുന്നു. പ്രത്യേകിച്ച് സൂപ്പർ കപ്പ് 2 മാച്ചിൽ നിന്ന് അദ്ദേഹത്തിന് 2 ഗോളുകളൊക്കെ സ്കോർ ചെയ്യാൻ കൂടി സാധിച്ചിട്ടുണ്ടായിരുന്നു. എനിവേ ഒരു ഡിസപ്പോയിൻറ്റിംഗ് ആണ്. കാരണം ഫസ്റ്റ് 11-ൽ സെറ്റായിട്ടുള്ള ഒരു പ്ലെയർ പോകുന്നത് എന്തുകൊണ്ടും ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പം അവസാന മത്സരങ്ങളിലൊക്കെ ആണെങ്കിലും ആ ഒരു ദിമി മോഹൻബഗാനെതിരെ അടിച്ചിട്ടുള്ളൊരു ഗോളിനെ പറ്റിയൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അത് പെപ്രയുടെ കൂടി ഒരു ബ്രില്യൻസ് അതിലുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം. അതിലും ജസ്റ്റിൻ ഇമ്മാനുവലിനെ പറ്റി പറയുമ്പോൾ പെപ്രയേക്കാൾ കുറച്ചും കൂടി യങ്ങാണ്. പെപ്ര 23-year-old പ്ലെയർ ആണെങ്കിൽ ജസ്റ്റിൻ 20-year-old നൈജീരിയൻ ഫോർവേഡാണ്. അപ്പം അത് പ്രിഡോമിനൻ്റ്ലി അദ്ദേഹം ഒരു വിങ്ങറായിട്ടാണ് കളിക്കുന്നത്. അദ്ദേഹം ഇപ്പം ഗൂഗിളത്തിലൊക്കെ ഞാൻ ഐ ലീഗിലെ ചില മാച്ചസും സൂപ്പർ കപ്പിലെ മാച്ചസും കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി അറിയാം ടൂറിൻ കപ്പിലെ മാച്ചസിലും അദ്ദേഹം കളിക്കുന്നത് കണ്ടിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നത് പെപ്രയേക്കാൾ അദ്ദേഹത്തിനുള്ളൊരു ക്വാളിറ്റി കുറച്ചും കൂടി ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. പിന്നെ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു കമ്മിറ്റ്മെൻറ്റ് ഫുൾ ആ ഒരു ഇതിൽ കാണിക്കും. ബോളിലേക്ക് എപ്പോഴും ഓഫ് ദ ബോളിൽ അദ്ദേഹം വളരെ മികവാണ്. ആ ഒരു പ്രസ് ചെയ്യാനും ഒക്കെ ആണെങ്കിലും ആ ഒരു ഇൻറ്റൻറ്റ് എപ്പോഴും കാണിക്കുന്ന പ്ലെയറാണ്. പിന്നെ ആ ഒരു ഫിസിക്കൽ ഇതിൽ പറഞ്ഞ പോലെ പെപ്രയുടെ അത്രയും ആ ഒരു കേപ്പബിലിറ്റി വരില്ല. പിന്നെ അദ്ദേഹത്തിന് ഈ ഒരു ഐ ലീഗിലെ സ്റ്റാറ്റ് അത്ര ഇതിലല്ല. കാരണം അദ്ദേഹം അവിടുത്തെ ഒരു ബാക്കപ്പ് ഓപ്ഷൻ എന്ന നിലയിലായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. ഐ ലീഗ് നോക്കുന്ന ഒരു സമയത്താണെങ്കിലും അദ്ദേഹത്തിന് 8 മത്സരങ്ങളിൽ നിന്ന് 1 ഗോളാണ്. അതിൽ പറഞ്ഞതുപോലെ അങ്ങനെ മുഴുവൻ മിനിറ്റ്സ് ഒന്നും കളിച്ചിട്ടില്ല. പലപ്പോഴും സെക്കൻഡ് ഹാഫിൽ കുറച്ച് മിനിറ്റ്സുകളൊക്കെ തന്നെ കളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ആ ഒരു ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹം വരുവാണെന്നുണ്ടെങ്കിലും ഉറപ്പായി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ബാക്കപ്പ് ഓപ്ഷൻ എന്നുള്ള നിലയിലായിരിക്കും. ഇപ്പം ഫെഡർ വരുന്നൊരു സമയത്ത് നമുക്കറിയത്തില്ല എങ്ങനെയാണ് ട്രെയിനിങ്ങിലൊക്കെ ഒരു പെർഫോമൻസസ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഫെഡറിനായിരിക്കാം ഒരുപക്ഷെ കൂടുതൽ ആ ഒരു പ്രോബിലിറ്റി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റിനി പറഞ്ഞതുപോലെ ഒരു ബാക്കപ്പ് ഓപ്ഷൻ എന്നുള്ള നിലയിൽ വരാനാണ് സാധ്യത എന്നുള്ളതാണ്. കാരണം ഈ ഒരു ട്രാൻസ്ഫർ ജാലകത്തിൻ്റെയൊക്കെ അവസാനത്തെ മിനിറ്റ്സിൽ ഇനിയും ഒരു പ്ലെയർ റിക്രൂട്ട്മെൻറ്റ് എന്നുള്ള നിലയിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകൊണ്ടായിരിക്കണം ജസ്റ്റിൻ എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് പോകുന്നത്. ഏതായാലും KBFC സംബന്ധിച്ചിടത്തോളം നോക്കുക, ഈ ഒരു സീസണിൽ 3ാമത്തെ വിദേശ താരത്തിനാണ് ഇഞ്ചേർഡ് ആകുന്നത്. സൊട്ടീരിയോ, അഡ്രിയാൻ ലൂണ, ഇപ്പം ക്വാമി പെപ്പറ. ഏതായാലും ISL പ്രത്യേകിച്ച് ഇവാൻ്റെ അണ്ടറിലെ ഒരു സെക്കൻഡ് ഫേസ് എപ്പോഴും ചെറിയ പ്രശ്നങ്ങളുണ്ടാകും. നമുക്ക് ഇവാൻ്റെ ഫസ്റ്റ് സീസൺ എടുത്താൽ ആ സെക്കൻഡ് ഫേസിലേക്ക് വരുന്ന സമയത്താണ് ആ ഒരു കൊറോണ കാര്യങ്ങളൊക്കെ ബാധിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഇഞ്ചറി പ്രശ്നങ്ങൾ വരുന്നത്. ഇത്തവണയും അങ്ങനെ ഒരു പ്രശ്നങ്ങൾ KBFCക്ക് അണ്ടർ ഇവാൻ നേരിടേണ്ടി വരുമോ എന്നുള്ളതാണ് ഒരു ചോദിച്ചത്. അതായത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒഫീഷ്യൽ വാർത്തകളൊക്കെ വന്നതിന് ശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും ഒന്ന് കമ്പോസിഷൻ വരികയായിരിക്കും. ഞാൻ നിഷാൻ സനിയ.